ആലപ്പുഴ കളർക്കോട് അപകടത്തിൽ വാഹനമോടിച്ച വിദ്യാർത്ഥി ഗൗരി ശങ്കറെ പ്രതി ചേർക്കണമെന്ന് പോലീസ് റിപ്പോർട്ട്. പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആദ്യം KSRTC ഡ്രൈവറെ പ്രതിയാക്കിയാണ് FIR രജിസ്റ്റർ ചെയ്തത്. വാഹനം വാടകയ്ക്ക് നൽകിയെന്ന് കണ്ടെത്തിയതോടെ തവേര ഉടമയ്ക്കെതിരെ നടപടിക്കൊരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. ഷാമിൽ ഖാന് റെന്റ് ക്യാബ് ലൈസൻസ് ഇല്ലെന്നും വാഹനത്തിന്റെ RC ബുക്ക് റദ്ദാക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. അനധികൃതമായി വാഹനം റെന്റിന് നൽകിയതിന് വാഹന ഉടമയ്ക്കെതിരെ വേറെയും പരാതികളുണ്ടെന്ന് ആലപ്പുഴ RTO ദിലു MK വ്യക്തമാക്കി. വാടകയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ റെന്റ് ക്യാബിൻ്റെ ലൈസൻസ് വേണം. ഇവിടെ ആർക്കും റെന്റ് ക്യാബിൻ്റെ ലൈസൻസ് നമ്മുടെ ജില്ലയിലില്ല. എറണാകുളത്തും ട്രിവാൻഡ്രത്തും ഒക്കെ ഉണ്ട്. 50ഓളം വാഹനങ്ങൾ വേണം അത്തരത്തിലുള്ള റെന്റ് ക്യാബിൻ്റെ ഓതറൈസ്ഡ്. ഇദ്ദേഹം അന്ന് അങ്ങനെയുള്ള ഓതറൈസേഷൻ ഇല്ലാത്ത ഒരാളാണ്. പിന്നെ ഇദ്ദേഹം ഇങ്ങനെ വാടകയ്ക്ക് കൊടുക്കുന്നതിൻ്റെ തെളിവുകൾ നമുക്ക് നിരവധിയായി കിട്ടിയിട്ടുണ്ട്. പരാതികൾ നമ്മുടെ കയ്യിലുണ്ട്. KTDO നമുക്ക് പരാതി തന്നിട്ടുണ്ട്. KTDO അടുത്ത ദിവസം ഈ എൻ്റെ ഓഫീസ് ധർണയ്ക്ക് വരുമെന്ന് പറഞ്ഞ് അവർ പരാതി നമുക്ക് തന്നിട്ടുണ്ട്. തെളിവുകൾ അദ്ദേഹത്തിന് തികച്ചും എതിരാണ്. അദ്ദേഹം അത് അങ്ങനെ ചെയ്തു തന്നെ. അതിൻ്റെ നിയമ നടപടി സെക്ഷൻ 53 അനുസരിച്ചുള്ളത് ഞങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്യുക തന്നെ ചെയ്യും. അപകടത്തിന് മുൻപ് വാഹനത്തിൽ ഇന്ധനം നിറച്ച് മടങ്ങുന്ന ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. ആ ദൃശ്യങ്ങളിലേക്ക് കൂടി. മനീഷ് മാത്യു ചേരുന്നുണ്ട് വിവരങ്ങളുമായിട്ട്. മനീഷ്, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് FIR-മായി ബന്ധപ്പെട്ടുള്ളതും മറ്റൊന്ന് ഈ വാഹനം നൽകിയ വാഹന ഉടമയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും. ആദ്യം ഈ FIR-മായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലേക്ക് വരാം. ആദ്യത്തെ FIR-ൽ KSRTC ഡ്രൈവറെ ആയിരുന്നു പ്രതി ചേർത്തിരുന്നത്. പിന്നീട് ഇപ്പോൾ അത് മാറ്റിയിരിക്കുന്നു. ഈ മാറ്റം വന്നിരിക്കുന്നത് CCTV ദൃശ്യങ്ങളും സാക്ഷിമൊഴികളും കേന്ദ്രീകരിച്ചുള്ള ഈ അന്വേഷണത്തിലും കണ്ടെത്തലിലുമാണോ? സേതുലക്ഷ്മി, തീർച്ചയായും ആദ്യഘട്ടത്തിൽ അന്ന് രാത്രി തന്നെയാണ് ഈ ഒരു FIR ഇടുന്നത്. അപ്പോൾ അതിന് പ്രകാരം KSRTC ബസ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റുമൂലമാണ് ഈ ഒരു അപകടം ഉണ്ടായെന്നുള്ളതായിരുന്നു പോലീസിൻ്റെ ഒരു പ്രാഥമിക വിവരം അവർക്ക് ലഭിച്ചത്. അതിനുശേഷമാണ് ഈ CCTV ദൃശ്യങ്ങളും അതുപോലെ തന്നെ സംഭവ സ്ഥലത്തുണ്ടായിരുന്നവരുടെ മൊഴികൾ, അതുപോലെ വാഹനത്തിലുണ്ടായിരുന്ന മൊഴികളെല്ലാം രേഖപ്പെടുന്നത്. അതിൽ നിന്നാണ് ഈ വാഹനം ഏതെങ്കിലും തരത്തിൽ KSRTCയുടെ ഒരു ഭാഗത്തെ തെറ്റുകൊണ്ട് സംഭവിച്ച അപകടമല്ല എന്നും വാഹനം, അതായത് ഈ കാറ്, വിദ്യാർത്ഥികൾ ഓടിച്ചിരുന്ന കാറ് ബ്രേക്ക് തെറ്റി നിയന്ത്രണം വിട്ട് KSRTCയിലേക്ക് വന്ന് ഇടിച്ച് കയറുകയായിരുന്നുള്ള കാര്യം പോലീസ് തിരിച്ചറിയുന്നത്. അപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ FIR ഇട്ടതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളോട് പോലീസ് പറഞ്ഞതും അങ്ങനെ തന്നെയായിരുന്നു. അത് പ്രാഥമിക വിവരങ്ങൾ വെച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് മാറും, അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതായിരുന്നു പോലീസ് പറഞ്ഞത്. അതിന് പ്രകാരമാണ് ഈ FIR ഇട്ട് കഴിഞ്ഞാൽ അത് മാറ്റുന്നതിന് വേണ്ടി കോടതിയിൽ റിപ്പോർട്ട് നൽകണം. അങ്ങനെ കോടതിയുടെ അനുമതിയോടെ മാത്രമേ അത്തരത്തിലുള്ള ഒരു മാറ്റങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ കോടതി നൽകിയിരിക്കുന്ന റിപ്പോർട്ടിലാണ് നിലവിലിപ്പോൾ പ്രതിയെ ചേർത്തിരിക്കുന്നത് ഈ ഗൗരി ശങ്കറാണ് വാഹനം ഓടിച്ചത്. ഗൗരി ശങ്കർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റമെന്ന് പറയുന്നത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയും ഈ അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനുള്ള വകുപ്പാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഡ്രൈവർക്കെതിരെ ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുക സ്വാഭാവികമായിട്ടൊരു നടപടിയാണ്. അതിന് പ്രകാരം കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഈ പ്രതി ചേർക്കേണ്ട, അതായത് KSRTC ഡ്രൈവറെ പ്രതി ചേർത്തിൽ നിന്ന് ഒഴിവാക്കി പകരം ഗൗരി ശങ്കറെ പ്രതി ചേർക്കാൻ വേണ്ടിയുള്ള അനുമതി നൽകിയിട്ടുമുണ്ട്. അതാണ് ഈ കേസുമായി സംബന്ധിച്ച് പറയാനുള്ളത്. ശരി, ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മനീഷ, ഈ അപകടമുണ്ടായ തുടക്കം മുതൽ തന്നെ ഈ വാഹന ഉടമ പറയുന്ന ഒരു കാര്യമുണ്ട്. താൻ വാഹനം റെന്റിന് കൊടുത്തതല്ല, പരിചയത്തിന്റെ പേരിൽ ആ കുട്ടിക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ അതെല്ലാം കള്ളമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. വാഹനം റെന്റിന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുന്നു. അതായത് പോലീസിനെയും മോട്ടോർ വാഹന വകുപ്പിനെയും ഒരേപോലെ ഇയാൾ ഈ വഴിതെറ്റിക്കുകയായിരുന്നു എന്നുകൂടിയല്ലേ വ്യക്തമാകുന്നത്. ഇനി ഇയാൾക്ക് മേലുള്ള നടപടികൾ എങ്ങനെയായിരിക്കും? സേതുലക്ഷ്മി, തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിൻ്റെ ഒരു മുതലെടുപ്പ് കൂടിയാണ് ഈ ഷാമിൽ ഖാൻ നടത്തിയതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഷാമിൽ ഖാൻ അന്ന് പറഞ്ഞത് മുഹമ്മദ് ജബ്ബാർ, ആ കണ്ണൂരുള്ള വിദ്യാർത്ഥിയായിട്ടുള്ള മുഹമ്മദ് ജബ്ബാറിൻ്റെ പിതാവിനെ കഴിഞ്ഞ 1.5 മാസമായി പരിചയമുണ്ട്. ആ 1.5 മാസത്തിൻ്റെ പരിചയത്തിൻ്റെ പേരിൽ വാഹന യാത്ര ചെയ്യുന്നതിന് വേണ്ടി മാത്രം കൊടുത്തു എന്നുള്ളതായിരുന്നു പോലീസിനും അതുപോലെ തന്നെ മാധ്യമങ്ങളോടും എല്ലാം തന്നെ ഇയാൾ നൽകിയിരുന്ന മൊഴി. അയാളോട് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. പക്ഷേ അത് പൂർണ്ണമായും തള്ളിക്കളയുന്ന റിപ്പോർട്ടാണ് നിലവിൽ RTOയ്ക്കുള്ളത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ 1.5 മാസം പരിചയമുള്ള ആൾക്ക് ഒരു വാഹനം കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ വിശ്വസനീയമല്ല
യാഥാർത്ഥ്യമല്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ എൻഫോഴ്സ്മെൻറ്റ് RTO ആയിട്ടുള്ള രമണൻ പങ്കുവച്ചിരുന്നു. ആ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ നിലവിലുള്ള RTOയുടെ നടപടികൾ പോകുന്നത്. അതായത് ഈ ഷാമിൽ ഖാൻ വാഹനം സ്ഥിരമായി റെൻറ്റിന് നൽകുന്ന ആളാണ്. പക്ഷേ അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള റെൻറ്റ് നൽകുന്നതിന് നേരത്തെ മുൻകൂട്ടി മോട്ടോർ വാഹന വകുപ്പിൻ്റെ അടക്കം ലൈസൻസ് എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്, നേരത്തെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു നിയമപരമായിട്ടുള്ള അനുമതി ഇയാൾക്ക് ലഭിച്ചിട്ടുള്ളതല്ല. അതുമാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഈ നേരത്തെ ഗുരുതരാവസ്ഥയിലുണ്ടായിരുന്ന എന്നാൽ ഇപ്പോൾ സ്വാഭാവിക നിലയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഗൗരി ശരി മനീഷ്, അങ്ങനെ കളർകോട് വാഹനാപകടത്തിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു മനീഷ് ഏഷ്യാനെറ്റ്.